നമ്മൾ ദേവി മഹാത്മ്യ പാരായണത്തിൻ്റെ ഇടയിൽ ദേവിയെ വളരെയധികം പ്രീതിപ്പെടുത്തുന്ന ഒറ്റ ശ്ലോകം, മന്ത്രപ്രാധാന്യമുള്ള ഒറ്റ ശ്ലോകം ഏതാന്ന് ചോദിച്ചാൽ ഒരെണ്ണമുണ്ട്. ലക്ഷ്മിപ്രദാന സമയേ നവവിദ്രുമാഭാം വിദ്യാപ്രദാന സമയേ ശരദിന്ദു ശുഭ്രാം വിദ്വേഷിവർഗ വിജയേപി തമാലനീലാം ദേവീം ത്രിലോകജനനീം ശരണം പ്രപദ്യേ എന്നുള്ളതാണ് ആ ശ്ലോകം. അതിൻ്റെ അർത്ഥം ഇതാണ്: ലക്ഷ്മിപ്രദാന സമയേ നവവിദ്രുമാഭാം, ഭക്തന്മാർക്ക് ഐശ്വര്യങ്ങൾ പകർന്നു നൽകുമ്പോൾ പവിഴക്കല്ലിനെ പോലെ ചുവന്ന ശോഭയോടു കൂടിയവളും. ലക്ഷ്മിപ്രദാന സമയേ നവവിദ്രുമാഭാം വിദ്യാപ്രദാന സമയേ ശരദിന്ദു ശുഭ്രാം, ഭക്തന്മാർക്ക് വിദ്യ പകർന്നു നൽകുന്ന സമയത്ത് പൂർണ്ണചന്ദ്രനെ പോലെയുള്ള ശുഭ്രമായ വെളുത്ത പ്രഭയോടു കൂടിയവളും. വിദ്വേഷിവർഗ വിജയേപി തമാലനീലാം, ശത്രുക്കളെ കീഴടക്കുന്നതിന് അനുഗ്രഹം നൽകുമ്പോൾ ഇന്ദ്രനീലക്കല്ലിൻ്റെ ശോഭയോടു കൂടിയവളുമായ ത്രിലോകജനനിയായ ദേവിയെ ശരണം പ്രാപിക്കുന്നു എന്നാണ്. ഐശ്വര്യം പകർന്നു നൽകുമ്പോൾ മഹാലക്ഷ്മിയായിട്ടാണ് വരുന്നത്. ലക്ഷ്മി ദേവി അരുണവർണ്ണയായിട്ടാണ് ധ്യാനം, അതായത് പവിഴക്കല്ലിൻ്റെ കാന്തിയോട് കൂടിയ രൂപമായിട്ടാണ് ലക്ഷ്മി ദേവിയെ വർണ്ണിക്കുന്നത്. വിദ്യാപ്രദാന സമയെ ശരദിന്ദു ശുഭ്രാം എന്ന് പറഞ്ഞാൽ സരസ്വതിയാണ് വിദ്യ നൽകുന്നത്. സരസ്വതി പൂർണ്ണചന്ദ്രന്റെ പ്രഭയോട് കൂടിയവളായിട്ടാണ്. ശരദിന്ദു എന്ന് പറഞ്ഞാൽ ശരത്കാലത്തെ പൂർണ്ണചന്ദ്രൻ, അതായത് തെളിഞ്ഞ വെളുപ്പ് നിറമുള്ള ഒരു ദേവിയായിട്ടാണ് അവിടെ വരുന്നത്. വിദ്വേഷവർഗ വിജയേപി തമാലനീല, ശത്രു സംഹാരത്തിന് വരുന്നതോ കാളി രൂപിണിയായിട്ടാണ്. ആ കാളിയുടെ നിലം ഇന്ദ്രനീലക്കല്ലിൻ്റെതാണ്. നീലക്കറുപ്പ് വർണ്ണമാണ് ഭദ്രകാളിയുടെ ധ്യാനത്തിലുള്ളത്. ഇങ്ങനെ 3 രൂപത്തിൽ പ്രകടമാകുന്ന ത്രിലോക ജനനി, 3 ലോകങ്ങൾക്കും അമ്മയാകുന്ന ദേവിയെ ഞാൻ ശരണം പ്രാപിക്കുന്നു എന്നുള്ള ഈ ഒറ്റ സ്തോത്രം, ഒരേ ഒരു ശ്ലോകം ദേവീപ്രീതിക്ക് ഉതകുന്നതാണ്. നമസ്കാരം.